പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:6. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിൽ എത്തി. നമ്മൾ നിലവിളിക്കുമ്പോൾ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളിക്ക് വേണ്ടി കാതുകൾ തുറന്നു വച്ചിരിക്കുന്ന ഒരു ദൈവം. നമ്മൾ തിരുവചനത്തിലേക്ക് തിരിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ ജെറീക്കയിലൂടെ കടന്നുപോയപ്പോൾ ഒരു അന്ധയാചകനായ മനുഷ്യൻ, ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഈശോയാണ് പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. പലരും മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചുവെന്നാണ് പറയുക. അവൻ്റെ നിലവിളി യേശുവിൻ്റെ കാതുകളിൽ എത്തിയെന്നാണ് പറയുക. സൂസന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിലവിളിക്കുമ്പോൾ ആ നിലവിളി ഈശോയുടെ കാതുകളിലെത്തി, ദൈവത്തിൻ്റെ കാതുകളിലെത്തി അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മൾ തകർന്നു പോകുമ്പോൾ നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ നിലവിളിക്ക് മുൻപിൽ നമുക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം.